ഹായ് കുട്ടീസ്. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ക്രാബിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്രാബിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രാബ് ബേസിക് ഷേപ്പ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചുതരാം. ഹായ്, നമ്മളിപ്പോൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് HB പെൻസിലാണ്. ആർട്ട് ലൈനിൻ്റെ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബേസിക്കായിട്ട് ഈ ഞണ്ടിൻ്റെ തൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ പുറം ഭാഗം നമ്മൾ ആദ്യം വരച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണും ആ കാലിൻ്റെ ഒരു ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് അതല്ല, നമുക്കത് മായ്ച്ച് വരയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതേ അളവിൽ എടുത്ത് ഒന്ന് ഷേപ്പ് കറക്റ്റ് ചെയ്ത് ആ കാലിൻ്റെ ഒക്കെ ഭാഗത്ത് ഇറുക്കുന്ന ഞണ്ടിൻ്റെ ഫ്രണ്ട് കാലിൻ്റെ ഭാഗത്ത് നമ്മൾ ഓവൽ ഷേപ്പ് വെച്ചാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ അവിടെ പിരികവും അതുപോലെ തന്നെ കൃഷ്ണമണിയൊക്കെ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഞണ്ടിൻ്റെ ഫ്രണ്ട് കാലൊന്ന് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിൽ ഇറേസർ വെച്ച് നമുക്ക് മായ്ച്ച് കളയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അടിയത്തെ കാലാണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ രണ്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് അടിയിലെ ബാക്കി 3 കാലും വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അടുത്ത കാലിന് ഇത്തിരി വലിപ്പത്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത കാല് വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടിയും അടുത്ത കാല് ആ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തും അതിൻ്റെ കാല് കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ 3ാമത്തെ കാലാണ്. അതിൻ്റെ അകത്ത് മുഴുവനായിട്ടും കാണുന്നില്ല, ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഏകദേശം രൂപമൊക്കെ വെച്ച് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലും അതേപോലെ തന്നെ അതിൻ്റെ 4ാമത്തെ കാല് 3ാമത്തെ കാല് നമ്മൾ വരച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ കാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ 4ാമത്തെ കാലിൻ്റെ ഒരു അടയാളം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റും. അതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളത് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വരയ്ക്കാനുള്ളത് നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ഡാർക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ആ വായുടെ ഭാഗത്ത് നമുക്കൊന്ന് വരച്ചിട്ട് പല്ലും നാക്കൊക്കെ ഒന്ന് വരച്ചൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഷെല്ല് ഒരിത്തിരി കർവ്ഡായിട്ടും കൂർത്തുമാണ് എഡ്ജിരിക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് ഡാർക്ക് ചെയ്തൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ അതൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. 2 കളറായിട്ടാണ്, മുകളിലുള്ള ചട്ടയ്ക്ക് ഒരു കളറായിരിക്കും, അകത്തൊരു കളറായിരിക്കും. അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ വേറൊരു കളറായിരിക്കും. അപ്പോൾ ഞണ്ടിന് പല്ലും നാക്കും വരച്ചു കൊടുത്തു. നമ്മൾ വരയ്ക്കുന്ന ക്രാബ് കാർട്ടൂണിഷാണ്. അപ്പോൾ അതിന് പല്ലും നാക്കൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താടിയുടെ ഭാഗം ഒന്ന് ഇതാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കൊടുത്തു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തൊരു സ്ട്രെച്ച് മാർക്ക് പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞണ്ടിൻ്റെ 2 കാലുകളും കറക്റ്റായിട്ട് നമ്മൾ നോക്കി അതിൻ്റെ കട്ടൊക്കെ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഫ്രണ്ടിലെ കാലുമ്മ ചെറുതായിട്ട് ഒരു പർപ്പിൾ കളറിൽ ഒരു നിറം വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ സർക്കിൾ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറേസർ വെച്ച് റബ്ബ് ചെയ്ത് കളയാണ് ചെയ്യുക. ഇത് മുഴുവൻ നമ്മൾ റബ്ബ് ചെയ്തിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ബോർഡർ കൊടുക്കുക. എന്നാലേ ഒരു കാർട്ടൂണിഷ് ആയിട്ടൊരു ഫീൽ വരുള്ളൂ. അതിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഡോംസിൻ്റെ ഡൂഡൽ പെന്നാണ്. അത് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പെന്നാണ് യൂസ് ചെയ്യുന്നത്. അത് 0.3 ആണ് ആ പെന്നിൻ്റെ നിബിൻ്റെ സൈസ്. അത് വെച്ച് നമ്മളൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുൾ ഡാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് കളർ പെൻസിൽ വെച്ചിട്ടാണ് കളർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പെന്നാണോ ഉള്ളത്, കളർ ചെയ്യാനായിട്ട് മാർക്കേഴ്സ് ആയിരിക്കും ചിലവരിൽ ഉണ്ടാവുക. ചിലവർ ഓയിൽ പീസിൽ വെച്ചിട്ട് കൊടുക്കും, ചിലവരുടെ കയ്യിൽ സ്കെച്ച് പെൻസിലായിരിക്കും. എന്തായാലും നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഏത് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കളർ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ ഭാഗവും കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വായുടെ ഭാഗത്തെ പല്ലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഒരേ ഭാഗം വരയ്ക്കുമ്പോൾ തെറ്റാതെ വരാൻ വേണ്ടിയാണ്. നമ്മൾ കുഞ്ഞുമക്കൾ വരയ്ക്കുമ്പോൾ ആദ്യം തെറ്റി അത് കഴിഞ്ഞിട്ട് മായ്ച്ച് ഇറേസ് ചെയ്ത് കറക്റ്റാക്കി നമ്മൾ വരയ്ക്കും അല്ലേ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചേക്കുന്നത്, പെൻസിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റബ്ബ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ അടയാളം കാണാം. ആ അടയാളത്തിൻ്റെ മേലെ കൂടെ പെൻ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ സർക്കിളൊന്നും വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. പല്ലിൻ്റെ ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ കർവേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്കതിന് വേണ്ടിയാണ് പെൻസിൽ വെച്ച് നമ്മൾ റബ്ബ് ചെയ്ത് വരച്ച് ശരിയാക്കിയതിന് ശേഷം മൊത്തമായിട്ടൊന്ന് മായ്ച്ച് കളയണം. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഇപ്പോൾ ഈ വരയ്ക്കുന്നതിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അടയാളങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുമ്പോൾ വൃത്തികേടാവില്ല വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റും.
അപ്പോൾ നമ്മളെ കണ്ണ് വരെ വരച്ച് കഴിഞ്ഞു. ഇനി പുരികം നമുക്കിങ്ങനെ മുകളിലോട്ടാണ് വന്നേക്കണത്. ആ പുരികത്തിന് നമ്മൾ കളർ ചെയ്യുന്നത് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്പിയുടെ കളറും അതായത് ഇതിൻ്റെ തുണ്ടിൻ്റെ കളറും വേറെ 2 കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കളർ പെൻസിൽ വെച്ചിട്ടാണ്. നമ്മളൊരു ഡാർക്ക് ബ്രൗൺ അല്ലാത്തൊരു കളറുണ്ട്, റെഡും ബ്രൗണിൻ്റെ ഒക്കെ മിഡിലായിട്ട് വരുന്ന ആ കളറാണ് നമ്മൾ മുകളിലത്തെ ചിപ്പിക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കളർ പെൻസിൽ വെച്ച് ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തുള്ള തുണ്ടിന് കാലിനൊക്കെ അതേ സെയിം ബ്രൗൺ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മളൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഡാർക്ക് കളർ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒന്നും കൂടി ഒരു ലെയർ കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് ചെയ്ത് വൈറ്റ് പോർഷൻ വരാണ്ട് നോക്കി ഫില്ല് ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രൗൺ കളർ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രേ കളർ എടുത്തിട്ട് ആ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും കണ്ണൊക്കെ കാണാനായിട്ട്. ആ ഭാഗത്ത് 2 കണ്ണിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിന് നാക്കിൻ്റെ അവിടെയും ലൈറ്റ് റെഡ് കളറാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം തോന്നില്ല, ചെറിയൊരു ലൈറ്റ് കളർ വ്യത്യാസമുണ്ട്. ആ പല്ലിൻ്റെ അവിടെയും നമ്മൾ ഗ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വായുടെ അകത്തും ലൈറ്റ് കളർ ബ്രൗൺ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് കൊടുക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് പിങ്ക് കളറാണ്. ആ പിങ്ക് കളർ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി അടിയിൽ ആ വയറിൻ്റെ ഭാഗത്ത് പിങ്ക് കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രാബ് ചെയ്തത് ഫിനിഷ് ആയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഈ ക്രാബിനെ വരയ്ക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് വരച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വരച്ച് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റിൽ വന്നിട്ട്.